ഉണ്ടാവില്ല. അപ്പോൾ ജീവനുള്ളത് കൊണ്ട് ജീവി എന്ന് പറയാം. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ചുറ്റുപാടുണ്ടാകുന്ന മാറ്റങ്ങളുടെ ആഘാതങ്ങളെ ക്ഷമയോടെ സഹിച്ച് തൻ്റെ ശരീരവും ശരീരാവയവങ്ങളും മറ്റു ജീവികളുടെ ഭക്ഷണത്തിനും വിശ്രമത്തിനുമായി ആനന്ദത്തിനുമായി വിട്ടുകൊടുത്ത് തന്നെ നശിപ്പിക്കാൻ കോടാലിയുമായി എത്തുന്ന ശത്രുവിനെ പോലും തണലും ഭക്ഷണവും കൊടുത്ത് സ്ഥിരത വിടാതെ നിൽക്കുന്ന വൃക്ഷം സ്ഥിതപ്രജ്ഞൻ്റെയും കാരുണ്യവാന്റെയും ത്യാഗിയുടെയും പ്രതീകം. എത്ര നേരമാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം. വൃക്ഷത്തെ പോലെ വെറുപ്പവനും തരുഗന്ധമേകുന്ന കേട്ടിട്ടില്ലേ? പൂവ് ഇറുക്കുന്നവനും അതിനെ നശിപ്പിക്കുന്നവനും അത് പുഷ്പം നൽകും. ഒരു പനിനീർ പൂവിനെ നമ്മളിങ്ങനെ പിച്ചി ചീന്തി കളഞ്ഞിട്ട് നമ്മൾ മണത്ത് നോക്കും, അതിൻ്റെ മണം അവനും കൊടുക്കും. അതുപോലെ മുറിഞ്ഞ് വീഴുന്നത് വരെ മുറിക്കുന്നവനും തണൽ കൊടുക്കും. ഇപ്പോൾ സ്വയം അമ്മമാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്നൊക്കെ പറയുന്നത് വൃക്ഷത്തെ പോലെയാണ്. കണ്ണടയുന്നത് വരെ മറ്റുള്ളവർക്ക് തണലാകാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഒരു സ്ഥിതപ്രജ്ഞൻ്റെ എന്ത് മഴ വന്നാലും വെയിൽ വന്നാലും